RX10 എന്ന് പറയുന്ന ക്യാമറ ഇപ്പം ഒരു അപ്ഡേഷനുമായിട്ട് വരുന്നൊരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അതിൽ നിന്ന് പ്രതീക്ഷിക്കുമായിരിക്കും കുറേ കാര്യങ്ങൾ. അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന കാൻഡിഡ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ക്യാമറ എന്തുമാത്രം രീതിയിൽ അത് വർക്ക് ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ കുറേ ചിന്തകളും കാര്യങ്ങളും ഒക്കെ വരും. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരെല്ലാം ലോ ലൈറ്റ് അതുപോലെ 4K റെക്കോർഡിങ് വേണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ ക്യാമറയിൽ AI ഓട്ടോ ഫോക്കസിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ RX10 എന്ന് പറയുന്ന ക്യാമറ വീഡിയോയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നൊരു ക്യാമറയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷനൊക്കെ നമ്മൾ കൂടുതലായിട്ടും പ്രതീക്ഷിക്കും പുതിയൊരു അപ്ഡേറ്റ് വരുന്നൊരു സമയത്ത്. അപ്പോൾ ഈ പുതിയ ക്യാമറയിൽ അത്യാവശ്യം നല്ല മികച്ച ഒരു സ്റ്റെബിലൈസേഷനും സോണി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ A7 സീരീസിലൊക്കെ വരാറുള്ള പോലെ തന്നെ ഹ്യൂമൻ ഐ ട്രാക്കിങ് അല്ലെങ്കിൽ ബേഡ്സിൻ്റെ ഒക്കെ ഐ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് നമുക്ക് ഓട്ടോ ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ അനിമൽസിനെയൊക്കെ ട്രാക്ക് ചെയ്യാനുള്ളത് അതുപോലുള്ള എല്ലാ മെത്തേഡും ഈ ഒരു ക്യാമറയിലും അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീഡിയോയുടെ ക്വാളിറ്റി, അതായത് ഇപ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു ക്യാമറ ഇറങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് 4Kയിൽ റെക്കോർഡിങ് വേണം. അപ്പോൾ ആ ഒരു 4K റെക്കോർഡിങ് ഒരു 60 ഫ്രെയിമിൽ ഈ ക്യാമറയിൽ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ ഒരു പ്രൊസസ്സർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു വേഗമേറിയ ഒരു റെക്കോർഡിങ്ങോ കാര്യങ്ങളും ഒക്കെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒറ്റ ക്യാമറ ഒരു ലെൻസിൽ എല്ലാം ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രം തിരഞ്ഞെടുക്കാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് RX10 Mark V എന്ന് പറയുന്ന ക്യാമറ.